ഞങ്ങൾ ആടിന് ബലി കൊടുക്കുന്നു. നിങ്ങളും നിങ്ങളുടെ അമ്പലത്തില് ബലി കൊടുക്കുന്നുണ്ടല്ലോ. കാര്യം ശരിക്കും എന്താണെന്ന് വെച്ചാ, ഹിന്ദുക്കള് മൃഗങ്ങളെ വെട്ടുന്നുണ്ടോ അതോ മുസ്ലിങ്ങൾ മൃഗങ്ങളെ വെട്ടുന്നുണ്ടോ എന്നുള്ളതല്ല. പാവം നിരപരാധിയായ മൃഗം ഒന്നും മിണ്ടാതെ ജീവൻ വിട്ടു പോവുകയല്ലേ. ഹിന്ദുക്കളുടെ അമ്പലത്തിൽ ബലി നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അതിനെ എപ്പോഴും നിരന്തരം എതിർക്കുമായിരുന്നു. ഏതൊക്കെ മതത്തിലാണോ അക്രമമുള്ളതും മൃഗങ്ങൾക്കെതിരെ ഹിംസയുള്ളതും ഞങ്ങൾ എല്ലാത്തിനെയും എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബക്രീദിൽ ത്യാഗത്തിന്റെ കാര്യമല്ലേ, ഇതും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അമ്പലങ്ങളിൽ നടക്കുന്ന നരബലിയും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. കാര്യം മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നല്ല, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ജീവന്റെ കണ്ണുകളിലേക്ക് നോക്ക്. അതിനെന്തറിയാം ഇതിനെ അറുത്തതാണോ ബലിയാണോ എന്ന്? പാവം അതിന്റെ ജീവൻ പോയില്ലേ. അത് ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരു നിരപരാധി ജന്മമാണെന്ന് ഓർക്കണം. അതിനെ കൊന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പുണ്യവും കിട്ടുന്നതല്ല. നിങ്ങളൊന്നിനെ വിലക്ക് വാങ്ങിക്കൊണ്ടുവരുന്നു, പിന്നെ അതിന്റെ ജീവൻ എടുക്കുന്നു. കുറച്ചൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പുണ്യമാണ് കിട്ടുന്നതെന്ന്.